ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ ശൃംഖല തകർക്കാൻ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് വൻതോതിൽ വെള്ളം പമ്പ് ചെയ്തു വിടുകയാണ് ഇസ്രായേൽ സേന. തുരങ്കമടക്കം ഹമാസിന്റെ എല്ലാവിധ പ്രവർത്തന കേന്ദ്രങ്ങളും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ വാട്ടർ പമ്പുകൾ ഗസയിൽ ഇറക്കിയത്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒളിച്ചിരിക്കാനും ബന്ദികളെയും ആയുധങ്ങളും ഒളിപ്പിക്കാനും ഹമാസ് ഉപയോഗിച്ചിരുന്ന ടണലുകൾ നശിപ്പിക്കാനുള്ള പദ്ധതികൾ ഇസ്രായേൽ നടത്തിയിരുന്നു. ഗസയിലെ ശുദ്ധജല വിതരണം തന്നെ താറുമാറാവാൻ കടൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടുള്ള ഈ നടപടി കാരണമായേക്കുമെന്ന ആശങ്കയും ചിലർ പങ്കുവച്ചിരുന്നു. അന്ന് ഈ നീക്കത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാതിരുന്ന IDF ഇപ്പോൾ തങ്ങൾ തന്നെയാണ് ഹമാസ് തുരങ്കം ലക്ഷ്യം വെച്ചതെന്ന് പറഞ്ഞു. വാൾ സ്ട്രീറ്റ് ജേണലിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ഉപയോഗിച്ച് ഗസയിലെ ടണൽ സംവിധാനത്തെ പ്രളയത്തിൽ മുക്കാനായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി. പ്രതിരോധ മന്ത്രാലയത്തിലെ നിരവധി IDF യൂണിറ്റുകളും ഉദ്യോഗസ്ഥരും സംയുക്തമായി ഗസ മുനമ്പിലെ തുരങ്കങ്ങളിലേക്ക് ഉയർന്ന തോതിൽ വെള്ളം ഒഴുക്കിവിട്ടു. നിരവധി ആധുനിക പമ്പിംഗ് യൂണിറ്റുകളും ഉപകരണങ്ങളുമാണ് ഇതിനായി IDF വികസിപ്പിച്ചെടുത്തത്. പൈപ്പുകളും പമ്പുകളും ഷാഫ്റ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ എല്ലാ തുരങ്കങ്ങൾക്കും അനുയോജ്യമല്ലാത്തതിനാൽ എല്ലാ തുരങ്കങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ ഇടയില്ലെന്ന് IDF വ്യക്തമാക്കി. തുരങ്കങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് ഭൂഗർഭജലം മലിനമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രദേശത്തെ മണ്ണിന്റെയും ജലസംവിധാനത്തിന്റെയും വിശകലനം ഉൾപ്പെടെയുള്ള സമഗ്രമായ മുൻകരുതലുകൾ, പരിശോധനകൾ എല്ലാം IDF നടത്തിയിട്ടുണ്ടെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞതായി ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങളിൽ വ്യോമാക്രമണം, ഭൂഗർഭ ഡ്രില്ലിംഗ് എന്നീ പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. അതേസമയം ഈ തുരങ്കങ്ങളിൽ ഹമാസ് ബന്ദികളാക്കിയവരെ വെള്ളപ്പൊക്കമുള്ള തുരങ്കങ്ങൾ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയെക്കുറിച്ച് ആ സമയത്ത് IDF വക്താവിന് നേരെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ബന്ദികളാക്കപ്പെട്ടവർ എവിടെയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം പ്രവർത്തിക്കുന്നതെന്നും അവരെ ദ്രോഹിക്കുന്ന ബോധപൂർവമായ നടപടികളൊന്നും സ്വീകരിക്കില്ലെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഹമാസിന്റെ ടണൽ ശൃംഖല 350 മുതൽ 400 മൈൽ നീളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈ മാസം ആദ്യം മുതിർന്ന ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. അത് മുമ്പ് വിശ്വസിച്ചിരുന്നതിലും കൂടുതലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം 5700 ഷാഫ്റ്റുകൾ വഴി തുരങ്കങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ തുരങ്കങ്ങൾ നിർമ്മിക്കാനായി ഹമാസ് 6000 ടൺ കോൺക്രീറ്റും 1800 ടൺ സ്റ്റീലും ഉപയോഗിച്ചിട്ടുണ്ടെന്നും ദശലക്ഷക്കണക്കിന് ഡോളർ പദ്ധതിക്കായി നിക്ഷേപിച്ചിരിക്കാമെന്നും IDF പറയുന്നു. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കരാക്രമണം ആരംഭിച്ചതു മുതൽ തന്നെ തുരങ്കങ്ങൾ നശിപ്പിക്കാൻ ഇസ്രായേൽ സേന പ്രവർത്തിച്ചിരുന്നു. സ്കൂളുകളോ ആശുപത്രികളോ പള്ളികളോ ഉള്ള പ്രദേശങ്ങൾക്ക് താഴെയുള്ള തുരങ്കങ്ങൾ IDF സൈനികർക്ക് കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണെന്നും നെറ്റ്വർക്ക് പൊളിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും ഒരു ഉദ്യോഗസ്ഥൻ ടൈംസിനോട് പറഞ്ഞു. എന്നിരുന്നാലും ഹമാസിന്റെ കണ്ടെത്താത്ത 80% തുരങ്കങ്ങൾ ഇനിയും ഒരു കേടുപാടുമില്ലാതെ ഉണ്ടെന്നും അത് തകർക്കാനാണ് IDFന്റെ ഉദ്ദേശമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി.